ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ, പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ആദിലയെയും നൂറയെയും നിന്റെ ഒന്നും വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ ആ ഒരു പരാമർശം, അത് നിങ്ങൾ കേട്ടോ എന്നുള്ളതാണ് ലാലേട്ടന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ലക്ഷ്മി കൊടുത്ത മറുപടി ഞാൻ കേട്ടില്ല എന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞത്? ആ വിഷയത്തെക്കുറിച്ച് മുൻപുള്ള എപ്പിസോഡുകൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും. അക്ബർ തെറിവിളിയും ബഹളവുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ടുള്ള വാണിങ്ങുകൾ കൊടുത്തു. എന്നാൽ ആ വാണിങ്ങുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പിറ്റേ ആഴ്ച അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കുകയും അതിന്റെ മുൻപിലത്തെ ആഴ്ച നടന്നതിനേക്കാളും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും ചെയ്തു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നടന്ന സംഭവ വികാസങ്ങൾക്കിടയിലാണ് അക്ബറിന്റെ വീട്ടിൽ നിന്നും അക്ബറിനെ വിളിക്കുന്നത്. കൺഫെഷൻ റൂമിലേക്ക് അയാൾ പോകുന്നു. അക്ബറിന്റെ ഉമ്മ അയാളോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ കരയുന്നു. എന്നാൽ കൺഫെഷൻ റൂമിൽ അക്ബറിന്റെ ഉമ്മ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് പ്ലാസ്മ ടിവിയിൽ കൂടി വീട്ടിലുള്ള മത്സരാർത്ഥികൾ കാണുകയാണ്. ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ചതല്ലാതെ അവരുടെ കോൺവെർസേഷൻ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് വീട്ടിലുള്ള വ്യക്തികൾ കണ്ടിരുന്നു. ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ആദിലയും നൂറയും കൂടി സങ്കടം പറയുന്നതിനുള്ളിൽ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അക്ബറിന്റെ ഉമ്മ പറഞ്ഞില്ലേ നമ്മളുമായിട്ട് സഹകരിക്കരുത് എന്ന്. അപ്പോൾ ആദിലയും നൂറയുമായിട്ട് കൂട്ടുവേണ്ട എന്ന് അക്ബറിനോട് ഉമ്മ പറഞ്ഞു എന്നുള്ളത് അതിൽ കൂടിയാണ് ലോകം മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ ലക്ഷ്മി പറയുകയും ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ കേട്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്? അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി ലക്ഷ്മി പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഏവർക്കും അറിയാം, ആദിലയും നൂറയും സംസാരിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്മി മാത്രമല്ല ലോകം മുഴുവൻ കേട്ട കാര്യമാണ്. അതിന്റെ ബേസിലാണ് ലക്ഷ്മി അത് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. എന്നാൽ കാര്യങ്ങൾ വളരെയധികം വഷളാകുന്നു. ഇന്നലത്തെ എപ്പിസോഡോടുകൂടി വീണ്ടും അക്ബറിന്റെ ഉമ്മ സംസാരിച്ച വിഷയം ചർച്ചയാക്കപ്പെടുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അക്ബറിന്റെ ഉമ്മ ഒരു വീഡിയോയുമായിട്ട് വന്ന് ഒരു ക്ലാരിറ്റി വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോടും കൂട്ടുവേണ്ട എന്നാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ ആദിലയോടും നൂറയോടും കൂട്ടുവേണ്ട എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ആ വീഡിയോ ക്ലിപ്പ് തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ടുവേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇല്ല. ഇതെന്താണ് ലക്ഷ്മി? ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ എന്റെ മോനിക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവർക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ട. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നത്. അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വൈകാടിന് ചെന്ന ലക്ഷ്മി അടക്കം ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതിൽ വീഡിയോയിൽ വന്നത്. അപ്പൊ ഞാൻ എന്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ മക്കളെ എന്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എന്റെ മോന്റെ കൂടെ അവരെന്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എന്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാൻ. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ മാറ്റുക. ഇവിടെ ലാലേട്ടനാണോ കള്ളം പറയുന്നത്, അതോ അക്ബറിന്റെ ഉമ്മയാണോ? അക്ബറിന്റെ ഉമ്മ അന്ന് പറഞ്ഞത് ഇപ്പോൾ വിവാദമായപ്പോൾ മാറ്റി പറഞ്ഞതാണോ? അതോ അന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആരോടും കൂട്ടുവേണ്ട, ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദിലയും നൂറയും കേട്ടപ്പോൾ ആദിലയോടും നൂറയോടും കൂട്ടുകൂടണ്ട എന്നുള്ളതായിട്ട് കേട്ടതാണോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും അക്ബറിന്റെ ഉമ്മ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മക്കളെ ഞാൻ അക്ബറിനെ പോലെ തന്നെയാണ് കാണുന്നത്. ആ മക്കൾ ഷോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീട്ടിൽ കയറ്റും എന്നുള്ളത് തന്നെയാണ് ആ ഉമ്മയും ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്.